നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഖട്വാ ബേരുണ്ട കാഗസ്ച ഇത്യദേ സംഖ്യാത സംയുതകരഃ. യദോ ഹസ്ത തദോ ദൃഷ്ടി, യദോ ദൃഷ്ടി തദോ മനഃ. യദോ മന തദോ ഭാവ, യദോ ഭാവ തദോ രസ. കൈകൾ പോകുന്നിടത്ത് കണ്ണുകൾ പോണം, കണ്ണുകൾ പോകുന്നിടത്ത് മനസ്സും. മനസ്സ് പോകുന്നിടത്ത് ഭാവം വരണം, ഭാവങ്ങളെത്തുമ്പോൾ രസങ്ങൾ ഉണ്ടാവണം. ഇപ്പൊ എല്ലാവരുടെയും സംശയങ്ങളൊക്കെ തീർന്നല്ലോ. ഇനി ഞങ്ങൾക്ക് പോയിട്ട് മനസമാധാനത്തോടെ പഠിക്കാമല്ലോ. ടീച്ചർ വന്നോട്ടെ. ഇവിടെ ഉള്ളവരുടെ സംശയമൊക്കെ നമുക്ക് പിന്നീട് തീർക്കാം. അതെ അതെ അതെ, ആദ്യം വിശ്വട്ടന്റെ സംശയം തീർക്കാം. ടീച്ചർ വാ. ടീച്ചർ വാ. ഇതൊരു നടക്കി പോകുന്ന ലക്ഷണം കാണുന്നില്ലല്ലോ ചേച്ചി. അത് തന്നെ, ഒരു നടക്കും രണ്ടു നടക്കും പോകത്തില്ല. ഇവളെ ഞാൻ മുമ്പ് എവിടെയോ കണ്ട് നല്ല പരിചയമുള്ള. മുമ്പ് കലാനിലയം സത്യശീല വന്നപ്പോഴും താൻ ഇത് തന്നെയല്ലേ പറഞ്ഞത്? തനിക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടോ? ഉണ്ട്, മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ. ഒരു നല്ല കാര്യം പറഞ്ഞിട്ട് വെറുതെ ചെറുക്കം. താൻ എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. അയ്യോ, എന്നാലും ചേച്ചി ഈ വിശ്വേട്ടൻ എങ്ങനെ ഡാൻസ് പഠിച്ചെടുക്കോ? ഏട്ടാ, രാഹുകാലത്തിന് മുമ്പ് ദക്ഷിണ കൊടുക്കാൻ നോക്ക്. ഇത് നമ്മൾ തകർത്ത് വാരും. ആ ഉണക്ക കലാനിലയം സത്യശിലയെ പോലൊന്നും അല്ല. ടീച്ചറെ നോക്കിക്കേ, നല്ല ഒന്നാന്തരം നാട്യഭൂഷണമാ. നാട്യഭൂഷണം. ഏട്ടനെ സർവ അടവും അഭ്യാസവും ടീച്ചർ പഠിപ്പിക്കും. ഇല്ലേ ടീച്ചറെ? പിന്നില്ലേ? ആ മേടിച്ചേ. കൊടുക്കല്ലേ? കൊടുക്ക്. അയ്യോ, എന്റെ കയ്യിൽ പിടിക്കുന്നു. ബാക്കിയുണ്ടെങ്കിൽ ഇത് അനുഗ്രഹം. എന്നാലും ചേച്ചി ഇതിങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല. ഇതിന് പിന്നിൽ ഒരു വമ്പൻ ഗൂഢാലോചനയുണ്ട്. അതെ ചേച്ചി, എനിക്കും അത് തന്നെയാ തോന്നുന്നത്. വിശ്വേട്ടനെ പെടുത്താൻ എന്റെ പഴയ ഭർത്താവ് ആ അജയൻ കളിക്കുന്ന കളിയാ ഇതൊക്കെ. വിശ്വേട്ടൻ അതിന് നിന്നുകൊടുത്തതുകൊണ്ടല്ലേ? ഈ വയസ്സാം കാലത്ത് അയാൾക്ക് ഇത് എന്നിട്ടാ കേടാ? നമ്മളെ തോൽപ്പിക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ ഉണ്ടായിരുന്നു. അതിന് ഈ ഒരിക്കലും വഴങ്ങാത്ത ഡാൻസ് തന്നെ വേണോ? ഡാൻസ് ആകുമ്പോഴല്ലേ പെണ്ണുങ്ങളെ കൊണ്ടുവരാൻ പറ്റൂ. ഇതിപ്പോ ഏട്ടനെ ഡാൻസ് പഠിപ്പിക്കാനാണെന്ന് പറഞ്ഞ് പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് ഇറക്കിയാ ആരും സംശയിക്കില്ലല്ലോ. ചുളുവിൽ അജയന് കാര്യങ്ങളൊക്കെ നടന്നു പോവല്ലോ. പേരുദോഷം മുഴുവൻ ഏട്ടന്റെ മണ്ടയ്ക്ക് വെച്ച് കൊടുക്കുകയും ചെയ്യാം. ഏട്ടനും അത്ര മോശക്കാരനൊന്നുമല്ല. പൂച്ചയെ പോലെ ഒരു അവസരം നോക്കിയിരിക്കുക. ഇപ്പൊ എല്ലാ അർത്ഥത്തിലും അത് ഒത്തുവന്നു.
അപ്പൊ തനിനിറം പുറത്തു ചാടി, അത്രേ ഉള്ളൂ. ഇതൊക്കെ കണ്ടിട്ട് ചേച്ചി എന്തോന്നും മിണ്ടാത്തത്? അത് എന്റെ സങ്കടം. അതിന് ചേച്ചി ഈ ലോകത്തൊന്നും അല്ലല്ലോ. ചേച്ചി സ്വപ്ന ലോകത്തല്ലേ. അവിടെ സ്വപ്നങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ യാഥാർത്ഥ്യങ്ങൾ ഓർത്ത് നമ്മളെ പോലെ ടെൻഷൻ അടിക്കണ്ടല്ലോ. നിർത്തടി. നീയൊക്കെ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നേ? വിശ്വേട്ടൻ ഈ കാട്ടിക്കൂട്ടുന്നതിന്റെയൊക്കെ ഉത്തരവാദി ഞാനാ. ഞാൻ പറഞ്ഞിട്ടാ വിശ്വേട്ടൻ ഡാൻസ് പഠിക്കുന്നെ. എന്റെ അനുവാദത്തോടെയും അനുഗ്രഹത്തോടെയാ എന്റെ ഭർത്താവ് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നെ. എന്താ മനസ്സിലായില്ലേ? ഞാനാ മര്യാദക്കിരുന്ന ആ മനുഷ്യനെ ഡാൻസ് പഠിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. ചേച്ചി എന്തൊക്കെ ഈ പറയുന്നേ? ചേച്ചിക്കാണോ അതോ ഞങ്ങൾക്കാണോ വട്ട്? നമുക്ക് രണ്ടു കൂട്ടർക്കും അല്ല. മാണിക്യമംഗലത്തെ വിശ്വനാഥന് തന്നെയാ വട്ട്. നല്ല ഒത്ത വട്ട്. കാശിനോടുള്ള ആർത്തി മൂത്ത് അയാൾക്ക് നല്ല ഒത്ത വട്ട് പിടിച്ചിരിക്കുക. ചേച്ചി, ഇനി ഞാൻ ആ സത്യം മറച്ചു വെക്കുന്നില്ല. ഞാൻ പറഞ്ഞിട്ടാ എന്നോട് വെച്ച പന്തയം ജയിക്കാനാ ആ മനുഷ്യൻ. കലാതിലകം നാട്യശ്രീ കാവേരി പരമേശ്വരൻ വെല്ലുവിളിക്കുക. നാട്യശാസ്ത്രത്തിലെ ഏതെങ്കിലും ഒരു അടവ് തെറ്റുകൂടാതെ കാണിക്കാൻ പറ്റിയ മാണിക്യമംഗലത്തെ മുഴുവൻ സ്വത്തും ഞാൻ നിങ്ങളുടെ പേരിൽ എഴുതിത്തരും. എന്നാലും ചേച്ചി എന്താ ഞങ്ങളോട് ഈ കഥ പറയാനുള്ള സമയമായില്ലെന്ന് തോന്നി. തടയണ്ട, എതിർക്കണ്ട. മാണിക്യമംഗലത്ത് വിശ്വനാഥന് ഞാൻ കൊടുത്ത ടാസ്കാ ഇത്. ചുണയുണ്ടെങ്കിൽ അയാൾ ഇത് പൂർത്തിയാക്കട്ടെ. ജയിച്ചു വരട്ടെ. കലയുടെ വില എന്താണെന്ന് മാണിക്യമംഗലത്തെ വിശ്വനാഥൻ മനസ്സിലാക്കുന്ന അങ്ങനെ ഒരു ദിവസം ഉണ്ടായാൽ അന്ന് കാവേരി അവസാനിപ്പിക്കും ഈ കലാജീവിതം. അന്ന് കാവേരി അവസാനിപ്പിക്കും ഈ ജീവിതം തന്നെ. ചേച്ചി, ചേച്ചി കല്ലുമലയ്ക്ക് പോകുന്നുണ്ട്. ആ, അത് പിന്നെ ഇവിടെ നേരെ ഒരു ജംഗ്ഷൻ ഉണ്ട്, അവിടുന്ന് അങ്ങ് തിരിഞ്ഞാ മതി. ചേച്ചി,